മികവുകൊണ്ട് മലയാള സിനിമയിലെ സുവർണ കാലഘട്ടം കീഴടക്കാൻ കഴിഞ്ഞ മികവുറ്റ അഭിനേതാവാണ് വിജയരാഘവൻ. നാടകത്തിന്റെ തലതൊട്ടപ്പൻ NN പിള്ളയുടെ മകനായതിന്റെ പരിവേഷമൊന്നുമില്ലാതെയാണ് വിജയരാഘവൻ എന്ന നടൻ നാടകത്തിലും പിന്നീട് മലയാള സിനിമയിലും പടർന്നു പന്തലിച്ചത്. മലയാള സിനിമയിൽ 5 പതിറ്റാണ്ടിന് ശേഷവും പുതിയ ട്രെൻഡിനും യുവ താരനിരയ്ക്കുമൊപ്പം പിടിച്ചു നിന്നുകൊണ്ട് ഒരുപടി മുന്നിൽ തന്നെ നിന്നുകൊണ്ട് അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിജയരാഘവന്. എല്ലാത്തിലും ഉപരി കാലം അത്രയും മലയാള സിനിമയിൽ നിന്നിട്ടും ഒരു വിവാദത്തിനും തിരികൊളുത്താൻ നിന്നു കൊടുത്തിട്ടില്ല ഈ അതുല്യ പ്രതിഭ എന്ന് പറയണം. അതിന് കാരണം ആർക്കും അടിയറവ് പറയാത്ത അദ്ദേഹത്തിന്റെ വ്യക്തിത്വം തന്നെയാണ്. വിജയരാഘവൻ എന്ന നടൻ സമീപകാലത്ത് തിരഞ്ഞെടുക്കുന്ന വേഷങ്ങൾ പോലും അതുല്യമാണ്. അടുത്തിടെ പൂക്കാലം എന്ന ചിത്രത്തിൽ പടുവൃദ്ധനായ ഇട്ടൂപ്പായി മലയാളിയെ ഞെട്ടിച്ച് വിജയരാഘവൻ രംഗത്ത് വന്നു. അതുപോലെ എത്രയെത്ര കഥാപാത്രങ്ങൾ. രാംജി റാവുവും ചേറാടിക്കറിയയും, ആന്റണിയിലെ അന്ധവൃദ്ധനും, രാവണപ്രഭുവിലെ മുണ്ടക്കൽ കാർത്തികേയനും, ലീലയിലെ ഗോപിപ്പിള്ള, വെനീസിലെ വ്യാപാരിയിലെ ചുങ്കത്തുറ രാഘവൻ, സീനിയേഴ്സിലെ കോളേജ് പ്രിൻസിപ്പൽ, രൗദ്രത്തിലെ പുരുഷോത്തമൻ പിള്ളയുമൊക്കെ മറക്കാനാകില്ല തന്നെ. ചെറുതും വലുതുമായ എത്രയെത്ര വേഷങ്ങൾ. സംഭാഷണങ്ങളിലും മാനറിസങ്ങളിലും തന്റേത് മാത്രമായൊരു കോട്ടയം ശൈലിയുടെ അകമ്പടിയോടെ വിജയരാഘവൻ നിരയിലെത്തുമ്പോൾ ഉറപ്പിക്കാം കയ്യടി നേടാനുള്ള മറ്റൊരു കഥാപാത്രവുമായി വിജയരാഘവൻ എത്തുന്നു എന്ന്. അച്ഛൻ തന്നെ സംവിധാനം ചെയ്ത കാപാലിക എന്ന നാടകത്തിലൂടെയാണ് വിജയരാഘവൻ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. നമുക്കറിയാം, നടേശ കൊല്ലണ്ട എന്ന രാവണപ്രഭുവിലെ സംഭാഷണം വിജയരാഘവന്റെ ശബ്ദത്തിൽ മാത്രമേ മലയാളിക്ക് കേൾക്കാൻ കഴിയുകയുള്ളൂ. രാജേന്ദ്രൻ സാർ പൊയ്ക്കോളൂ, ഇത് നടേശനും പിള്ളേരെ നോക്കിക്കോളാം. അതുപോലെ തന്നെ നസ്ലിൻ, മാത്യു തോമസ് എന്നീ യുവതാരങ്ങളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഇറക്കിയ നെയ്മർ എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന് സ്ക്രീൻ സ്പേസ് വളരെ കുറവായിരുന്നെങ്കിലും ആ സിനിമ ആസ്വാദനമാക്കുന്നതിൽ ചക്കോല എന്ന വിജയരാഘവന്റെ ഹാസ്യ കഥാപാത്രം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് സമ്മതിക്കാതെ വയ്യ. ബോക്സ് ഓഫീസിൽ വമ്പൻ ചലനമുണ്ടാക്കിയ മമ്മൂട്ടി ചിത്രമായിരുന്നു കണ്ണൂർ സ്ക്വാഡ്. ആ ചിത്രത്തിലും SP കൃഷ്ണലാൽ എന്ന കഥാപാത്രമായി വിജയരാഘവൻ എത്തുന്നുണ്ട്. മറ്റ് കഥാപാത്രങ്ങളെ അപേക്ഷിച്ച് സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും ആ സിനിമയിലെ നായക കഥാപാത്രമായ ജോർജ് മാർട്ടിന് വേണ്ട എല്ലാ സഹായവും എല്ലാ പ്രതീക്ഷയും നൽകി സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ആ വിജയരാഘവൻ മാജിക് തന്നെയാണ്. ഇന്നിപ്പോൾ തന്റെ പുതിയ സിനിമ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച തിരക്കഥ കണ്ട സന്തോഷത്തിലും അതിൽ അഭിനയിച്ച് ഫലിപ്പിച്ചതിന്റെയും ആളുകൾ കൈയടിക്കുന്നതിന്റെയും ചാരിതാർത്ഥ്യത്തിലാണ് വിജയരാഘവൻ. കിഷ്കിന്ധാകാന്ഡം എന്ന ചിത്രം കണ്ട തനിക്ക് വരുന്ന ഫോൺ കോളുകളുടെ ഒഴുക്കിൽ ആഹ്ലാദിക്കുകയാണ് ഈ അതുല്യ നടൻ. ഒരു രീതിയിൽ പറഞ്ഞാൽ മലയാള സിനിമാ പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് കിഷ്കിന്ധാകാന്ഡത്തിലൂടെ വിജയരാഘവൻ. തിയേറ്ററുകളിൽ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ് ആസിഫ് അലിയും വിജയരാഘവനും ഒന്നിക്കുന്ന കിഷ്കിന്ധാകാന്ഡം. ഏറെ പുതുമയുള്ള കഥയാണ് സിനിമയുടെ ഏറ്റവും വലിയ ആകർഷണമെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന വലിയ സ്വീകാര്യതയെക്കുറിച്ചും തന്റെ കഥാപാത്രത്തിന് ലഭിക്കുന്ന പ്രതികരണങ്ങളെക്കുറിച്ചുമൊക്കെ വ്യക്തമാക്കുകയാണ് വിജയരാഘവൻ. പലപ്പോഴും സിനിമ നന്നാകുമ്പോഴും കഥാപാത്രം ശ്രദ്ധിക്കപ്പെടുമ്പോഴും അഭിനന്ദിക്കാനായി പലരും വിളിക്കാറുണ്ട്. എന്നാൽ ഈ സിനിമയെക്കുറിച്ച് ചിലർ പറഞ്ഞ കമന്റുകൾ മുൻപ് കേട്ടിട്ടില്ലാത്തതാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കിഷ്കിന്ധാകാന്ഡം 2ാം തവണ കാണുമ്പോൾ മറ്റൊരു സിനിമയായി തന്നെ അനുഭവപ്പെടുന്നു എന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രധാനം. ആദ്യ കാഴ്ചയിൽ അപ്പുപിള്ള എന്ന കഥാപാത്രത്തെ മനസ്സിലാക്കാതെ ദുരൂഹത അന്വേഷിച്ചാണ് പ്രേക്ഷകർ സിനിമ ആസ്വദിക്കുന്നത്. കഥാപാത്രത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി കഴിയുമ്പോൾ അപ്പുപിള്ളയുടെ മാനസികാവസ്ഥയിൽ കഥയിലൂടെ സഞ്ചരിക്കാൻ കാഴ്ചക്കാരന് കഴിയുമെന്നാണ് വിജയരാഘവന്റെ വാക്കുകൾ. സിനിമയെക്കുറിച്ചും കഥാപാത്രത്തെക്കുറിച്ചും ലഭിക്കുന്ന നല്ല വാക്കുകൾക്ക് നന്ദിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കിഷ്കിന്ധാകാന്ഡത്തിൽ അപ്പുപിള്ള വിജയരാഘവൻ എന്ന നടന വൈഭവം വെളിവാക്കുമ്പോൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഇനിയും മികച്ച അദ്ദേഹത്തിന്റെ കൂടുതൽ വേഷങ്ങളെ തന്നെയാണ്.